വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ ഇടപെടാൻ പോലീസ്. പരാതിക്കാരിയുമായി പോലീസ് ഉടൻ സംസാരിക്കും. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിന്നാൽ തുടർ നടപടി സ്വീകരിക്കും. സർക്കാർ ഇടപെടൽ രഞ്ജിത്തിന്റെ രാജിയിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. രഞ്ജിത്തിന്റെ രാജിക്കായി പ്രതിപക്ഷത്തിന്റെ മുറവിളിയുണ്ട്. ഇടതുപക്ഷത്ത് നിന്ന് രാജി ആവശ്യം ശക്തമാണ്. അതിനിടയിൽ പരാതിക്കാരിക്ക് പരാതിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് ഒരുങ്ങുന്നു എന്ന വിവരം പ്രധാനമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ പ്രതിക്കൂട്ടിലാണ്. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദന കൂടിയായിരിക്കുകയാണ് ഈ വിഷയം. സർക്കാർ തന്നെ ഈ വിഷയത്തിൽ രാജി വേണം എന്നുള്ളൊരു നിലപാട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടി പല മന്ത്രിമാർക്കും ക്യാബിനറ്റിലെ ഉണ്ട്. ആ സാഹചര്യത്തിൽ കൂടി ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരള പോലീസിനോട് ഇപ്പോൾ സർക്കാർ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തരത്തിൽ അത് സർക്കാർ തന്നെ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശ്രീലേഖ മിത്രയോട് കേരള പോലീസ് വിവരങ്ങൾ തേടും. ആ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഒരു പ്രാഥമിക നടപടി എന്ന് നമുക്കിതിനെ വിലയിരുത്താം. കാരണം കേരള പോലീസ് ഈ നടിയോട്, ശ്രീലേഖ മിത്രയോട് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. കാരണം ക്കുള്ളിൽ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് അത് ശരിയാകില്ല എന്നുള്ളൊരു തീരുമാനം, ഒരു വിലയിരുത്തൽ, അഭിപ്രായം അത് മുന്നണിയിലെ വലിയൊരു ഭൂരിപക്ഷത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് അതുമായി മുന്നോട്ട് പോവുക വലിയ തലവേദനയാകും. ഈ സാഹചര്യത്തിൽ പരാതിക്കാരിക്ക് പരാതി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഔദ്യോഗികമായി നിയമ നടപടികളിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുകയാണ് കേരള പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ കേരള പോലീസ് ശ്രീലേഖ മിത്രയുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കും. മാത്രവുമല്ല, പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസ് പോലീസ് നൽകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഇത് CPIM തന്നെ തീരുമാനിച്ച വിവരമാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇനിയും രഞ്ജിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുകയും അതേപോലെ തന്നെ പരാതിക്കാരി നിയമപരമായ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്താൽ അത് സർക്കാരിനുണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായ ഭംഗം അത് ചെറുതല്ല. അത് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. വിജയകുമാർ. ഷഫീദ്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ എപ്പോഴും ഇപ്പോൾ സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറയുന്നത് പരാതി വേണമല്ലോ, പരാതിയുമായി സർക്കാരിന് മുന്നിലേക്ക് ആരെത്തിയാലും അതിൽ നടപടി ഉണ്ടാകും. ഇപ്പോഴിതാ ഒരു തുറന്നു പറച്ചിൽ, ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിമർശനം ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ പരാതി ഉണ്ടോ എന്ന് സർക്കാരിൻ്റെ പക്കൽ വന്നിട്ടില്ല. പക്ഷെ പരാതി ഉണ്ടോ എന്ന് അത് വെളിപ്പെടുത്തിയ നടിയോട് ചോദിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സാർവത്രികമായി നടപ്പാക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇനിയുള്ള ഈ തുറന്നു പറച്ചിലുകളിൽ, വെളിപ്പെടുത്തലുകളിലാകെ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ഒരു മാനദണ്ഡം, അത് പറയുന്നവർക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരോടൊപ്പം നിൽക്കുക, കേസെടുക്കുക, പോലീസ് ഇടപെടൽ ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുക. അതൊരു സാർവത്രികമായി നടപ്പാക്കാൻ പോകുന്നു എന്നുകൂടി വേണമോ നമ്മൾ കരുതാൻ? വിജയകുമാർ, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ വരട്ടെ, അല്ലെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ ആ പരാതിക്കാർ പരാതിയുമായി രംഗത്ത് വന്നാൽ മാത്രം കേസെടുക്കുക, നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും സർക്കാർ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ 24 നമ്മൾ നൽകുമ്പോൾ പോലും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനൊരു ആലോചനയില്ലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സർക്കാർ ആകെ പ്രതിക്കൂട്ടിലാണ്. സർക്കാർ സംവിധാനത്തിൽപ്പെട്ട അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ആരോപണ വിധേയനായി മാറുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനിയുള്ള മുന്നോട്ട് പോക്ക് അത് വലിയ തരത്തിലുള്ള തടസ്സമാകും. പ്രത്യേകിച്ച് രഞ്ജിത്തിനെതിരെ മുന്നണിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. അതിനുമപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോഴുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്ന് സിനിമാ മന്ത്രിയായ സജി ചെറിയാൻ തന്നെ പറയുന്നു രാവിലെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട്. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നിലപാട് മാറ്റി ഫേസ്ബുക്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആശയക്കുഴപ്പം സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മുന്നണിക്കുള്ള ഉള്ളിൽ നിന്ന് ഉയരുന്ന സമ്മർദ്ദം ഇതടക്കമുള്ള പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇനി സർക്കാരിനെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന തലവേദന അത് ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ടാകും. അത് മുഖ്യമന്ത്രിയായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യുക. വിജയകുമാർ.
യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പരാതിക്കാരിയെ സമീപിക്കുക, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ പോലീസ് അതിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ രഞ്ജിത്തിനുമേൽ സമ്മർദ്ദമേറുകയാണ്. രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇടതു കേന്ദ്രങ്ങളും രഞ്ജിത്തിനെതിരെ നിലപാട് കടുപ്പിച്ചു. കേസെടുക്കാനാകില്ലെന്ന നിലപാട് മാറ്റിയ മന്ത്രി സജി ചെറിയാൻ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നും വിശദീകരിച്ചു. അതിനിടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ബോർഡ് രഞ്ജിത്ത് നീക്കി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ആരെങ്കിലും പരാതിയുമായി വന്നാൽ നിയമ നടപടിയെന്നാണ് സർക്കാരിന്റെ നിലപാട്. നടി ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതോടെ സർക്കാർ വെട്ടിലായി. രഞ്ജിത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മാറ്റിയിട്ടുണ്ട്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ബോർഡ് മാറ്റിയാണ് വാഹനം കൊണ്ടുപോയത്. ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രഞ്ജിത്ത് വയനാട്ടിലെ റിസോർട്ടിലെത്തിയത്. രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ കേസെടുക്കാനാവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഏതെങ്കിലും ഒരാള് ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അത് ഉന്നയിച്ചല്ലോ. ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതം ചെയ്യും. ആരോപണം ഉന്നയിച്ച നടി പരാതി നൽകിയാൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ കേസെടുക്കാനാകില്ലെന്ന ന്യായം വിചിത്രമെന്ന് സംവിധായകൻ ആഷിഖ് അബു. അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു ആരോപണം, ഗൗരവതരമായ ഒരു ആരോപണം നേരിട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഉടനടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വിവാദത്തിൽ സൂക്ഷ്മതയോടെ പ്രതികരിച്ചാൽ മതിയെന്നാണ് CPI നിലപാട്. 24 തിരുവനന്തപുരം. രഞ്ജിത്തിനെതിരായ നടിയുടെ ആരോപണത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്നും പി സതീദേവി പറഞ്ഞു. രഞ്ജിത്തിനെതിരെ പരാതികളൊന്നും സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്ന് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. പരാതി ലഭിച്ചാൽ നിയമ നടപടി സ്വീകരിക്കും. നിയമത്തിന് മുകളിൽ ആരെയും പറക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. വളരെ സ്പെസിഫിക്കായി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം. അവർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം. എത്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം. ഈ ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടും. നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമാണ്, സമൂഹമാണ്. നിയമത്തിന് മുകളിൽ ഒരാളും പറക്കില്ല എന്ന് ഈ സർക്കാർ തെളിയിച്ചിട്ടുണ്ട്. അത് സിനിമാ മേഖലയിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും. അതാണ് പറയാനുള്ളത്. നിയമമാണ് പരമപ്രധാനം. നിയമാനുസൃതം സർക്കാർ കാര്യങ്ങൾ ചെയ്യും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ അതീവ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത്. തന്നെ ഹീനമായി സിദ്ദിഖ് ഉപദ്രവിച്ചു. പരാതിപ്പെട്ടതോടെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തി. പീഡനം പുറത്തു പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും 24 എൻകൗണ്ടർ പ്രൈമിൽ നടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തി. എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്തു പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇൻസേർഷൻ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു, എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. 1 മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളുടെ പറഞ്ഞു ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ഞാനിത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു. ലൈക്ക് ഹിസ് സോ എന്താ പറയുക, യു ഗോ ആൻഡ്
സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ്, നോബഡി വിൽ ബിലീവ് യു. ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ? നീയൊക്കെ എന്താ? നീയൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? നീ ആരോടോ പോയി പറയ്. എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നു. ഒരു സൂപ്പർ സ്റ്റാർ തന്നോട് മോശമായി പെരുമാറിയെന്ന് നടി സോണിയ മൽഹാർ 24നോട് പറഞ്ഞു. തൊടുപുഴ ലൊക്കേഷനിൽ വെച്ച് തനിക്ക് നേരെ അതിക്രമമുണ്ടായി. ദുരനുഭവം ഭർത്താവിനോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നതായും സോണിയ മൽഹാർ പറഞ്ഞു. അന്തരിച്ച ഒരു നടൻ മോശമായി പെരുമാറിയ കാര്യവും സോണിയ വിശദീകരിച്ചു. ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഒരാൾ ഹോൾഡ് ചെയ്യുക. ഭയന്ന് പോയി. ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പേടിച്ചു പോയപ്പോൾ നോക്കുമ്പം നമ്മളെ തലയ്ക്ക് മീതെ ഞാൻ ഇങ്ങനെ നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ്. ഒരു വലിയ നടനാണ്. അയാൾക്ക് ഫാമിലി ഉണ്ട്. അയാൾ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആളാണ്. ഇപ്പോൾ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് ആ വിഷയം ഞാൻ വിട്ടതാണെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ അത് വീണ്ടും ഓർമ്മ വരികയാണ്. ഇതാണ് ഫസ്റ്റ് ഞാൻ പേടിച്ചു പോയൊരു അനുഭവം. തിരുവനന്തപുരത്ത് നിന്നും ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഹരി, 2 വെളിപ്പെടുത്തലുകളാണ് ഈ വൈകുന്നേരം പുറത്തു വരുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നൊരു നടി അവർക്ക് കേരളത്തിൽ നേരിട്ട ദുരനുഭവം മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയായതിന് പിന്നാലെ ഇതാ കൂടുതൽ ആളുകൾ അവർ സിനിമയിൽ ലൊക്കേഷനിൽ സെറ്റിൽ നേരിട്ട ദുരനുഭവം, കൊടിയ പീഡനമൊക്കെ തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയാണ്. അപ്പോൾ ഇത് അവസാനിക്കുന്നില്ല, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണല്ലോ നമ്മൾ കരുതേണ്ടത്, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് മാധ്യമങ്ങളടക്കം അത് പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ നടുക്കുന്ന കാര്യങ്ങളാണ് കണ്ടത്. സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്, ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതിനു പിന്നാലെ ഓരോ ദിവസങ്ങളിലായി ഓരോ അഭിനേതാക്കൾ, അത് പുതിയ കാലത്തെയും പഴയ കാലത്തെയൊക്കെ അഭിനേതാക്കൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകളുമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് ഈ ലൈംഗിക ചൂഷണമടക്കം, തൊഴിലിടത്തെ ചൂഷണമടക്കമുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ 24ലൂടെ തന്നെ 2 പ്രധാനപ്പെട്ട അഭിനേതാക്കളാണ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. അത് യുവ അഭിനേത്രിയായ രേവതി സമ്പത്ത്, ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും താരവും കൂടിയായിട്ടുള്ള സിദ്ദിഖിനെതിരെയാണ് ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അത് ശാരീരികമായി തന്നെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്ന തരത്തിലുള്ള ഗുരുതര ആരോപണം അവർ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. അത് ഒരു സിനിമയുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ വിളിക്കുന്നു. ആ വിളിച്ചതിന് ശേഷം ഇത്തരത്തിൽ തന്നോട് പെരുമാറി ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതും ക്രൂരമായ പീഡനത്തിന് ഇരയാകേണ്ടി വന്നു എന്ന തരത്തിലുള്ള ആരോപണം അവർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെ തന്നെ ഈ രേവതി സമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെയും പോസ്റ്റുകൾ ഇട്ടതാണെങ്കിൽ പോലും അത് അന്ന് അവർക്കത് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ആ തരത്തിൽ പോലീസിൽ പരാതിപ്പെടാനും മറ്റും കഴിഞ്ഞില്ല. അതിനും ഈ സിനിമാ മേഖലയിലുള്ളവരുടെ ഉന്നതരായ ആളുകളുടെ സ്വാധീനമാണ് അതിന് പിന്നിലെന്നുള്ളത് കൂടിയാണ് അവർ വെളിപ്പെടുത്തുന്ന കാര്യം. അതുമാത്രവുമല്ല, ഈ രേവതി സമ്പത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരായ വനിതാ സിനിമാ പ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആരോപണ വിധേയനായ നടൻ്റെ പക്കൽ നിന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി അവർ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതും ഏറ്റവും ചെറിയ പ്രായത്തിൽ അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സോണിയ മൽഹാർ എന്നൊരു നടി കൂടി ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഒരു യുവതാരം ഇത്തരത്തിൽ തന്നോട് ഒരു സെറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഇന്ന് 24ൻ്റെ എൻകൗണ്ടർ പ്രൈമിലൂടെ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ ദിവസങ്ങൾ കഴിയുന്തോറും ഓരോ വെളിപ്പെടുത്തലുകളായി ഈ സിനിമയിൽ അഭിനേതാക്കളെല്ലാം ഇത്തരത്തിൽ, അത് പ്രത്യേകിച്ച് ഈ വനിതാ സിനിമാ പ്രവർത്തകർ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് എന്നുള്ളത് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു സാധ്യതയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയും ഈ ബംഗാളി നടിയായിട്ടുള്ള ഒരാൾ അവർക്ക് കേരളത്തിൽ വെച്ചുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു. അതിനുള്ള വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പേ അല്ലെങ്കിൽ അതൊഴിയും മുമ്പേ അടുത്ത ആരോപണങ്ങൾ ഉയർന്നു. അതും മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ നിയമ നടപടികൾക്കൊന്നും രേവതി സമ്പത്ത് പോകുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് അവർ പോയിരുന്ന സമയത്ത് ഈ സിനിമാ മേഖലയിലെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അത് തടഞ്ഞു അവർ. അതിനുശേഷം അവരുടെ ജീവിതം തന്നെ, അതായത് ഈ അവസരങ്ങൾ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സിനിമ വലിയ സ്വപ്നം കാണുന്ന ഒരാളാണ്. അത്തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ശരി, എന്തായാലും സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ
ബംഗാളിൽ നിന്ന് വന്ന ആ വെളിപ്പെടുത്തലിൽ നടിയോട് വിവരങ്ങൾ തേടി അതിൽ തുടർ നടപടികൾക്ക് പോലീസ് ഒരുങ്ങുന്നു എന്ന് വിവരം വരുന്നു. ഒപ്പം ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ച മലയാള സിനിമയിലെ താരങ്ങളോട്, അഭിനേത്രികളോട് വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ കേസിലും അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങളിലും അവരുടെ പരാതികളിലും പോലീസ് ഇടപെടുമോ എന്നാണ് അറിയേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു, മലയാള സിനിമയിലെ ചില ലൊക്കേഷനുകൾ, ചില സെറ്റുകൾ ഇന്ത്യയിലെ ഒരു നിയമങ്ങളും ബാധകമല്ല എന്ന മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം സെറ്റുകളിൽ ക്രിമിനൽ കേസുകൾ എടുക്കാവുന്ന ക്രൈമുകൾ നടക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചം വീശുന്ന, അത് ശരിവെക്കുന്ന വെളിപ്പെടുത്തലുകളും പരാമർശങ്ങളുമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. തമിഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് സർക്കാർ സംരക്ഷിക്കുന്ന സംവിധായകൻ രഞ്ജിത്തിനോട് പ്രതിപക്ഷത്തെ നേതാക്കൾക്കും മൃദു സമീപനം. യുവജന വനിതാ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് മുതിർന്ന നേതാക്കൾ അയഞ്ഞ നിലപാട് സ്വീകരിച്ചത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രഞ്ജിത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ വാക്കുകൾക്ക് മൂർച്ച കുറഞ്ഞു. രാജിവെക്കണമെന്ന ആവശ്യം സഹോദരനും സ്നേഹിതനുമെന്ന നിലയിലുള്ള അഭ്യർത്ഥനയായി മാറി. രഞ്ജിത്ത് സ്ഥാനമൊഴിയുമെന്നാണ് കരുതുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണമെന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തലയും കടുപ്പിച്ചൊന്നും പറഞ്ഞില്ല. നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദയെന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം. അദ്ദേഹം ഇപ്പൊ സർക്കാരിന്റെ സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല. ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അംഗങ്ങൾക്ക് പോലും വ്യക്തതയില്ലാഞ്ഞിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അമ്മ സംഘടനയുടെ നിലപാട് സ്വാഗതാർഹമായിരുന്നു. അതേസമയം പ്രതിപക്ഷ യുവജന വനിതാ സംഘടനകൾ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി DGPക്ക് പരാതി നൽകി. രഞ്ജിത്ത് ഉണ്ടെന്നറിഞ്ഞതിനെ തുടർന്ന് വയനാട്ടിലെ താമസ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. രഞ്ജിത്തിന്റെ കോഴിക്കോട് ചാലപ്പുറത്തെ വീടിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ CPI CPM ദേശീയ വനിതാ നേതാക്കൾ രണ്ടു തട്ടിൽ. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ ആവശ്യപ്പെട്ടു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആവർത്തിക്കുകയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് ബംഗാളി നടി ശ്രീലേഖ മിശ്രയുടെ വെളിപ്പെടുത്തൽ. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. സർക്കാർ നിലപാട് തള്ളി CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ രംഗത്തെത്തി. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നും ശ്രീലേഖ മിശ്രയുടെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും ആനി രാജ. ആ അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണം. ശ്രീലേഖ മിശ്രയുടെ പരാതി ലഭിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് CPIM PB അംഗം ബൃന്ദ കരാട്ട് പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോൺക്ലേവ് അല്ല, നടപടിയാണ് വേണ്ടതെന്ന് ആനി രാജ പറഞ്ഞപ്പോൾ ബൃന്ദ കരാട്ടിന്റെ പ്രതികരണം ഇങ്ങനെ: ദിസ് ഈസ് നോട്ട് എ ജുഡീഷ്യൽ കമ്മീഷൻ. ദിസ് ഈസ് എ കമ്മീഷൻ which was set up by the state government with a specific mandate. Ordinarily, under the criminal laws of our country, we have to have a complainant to file a case. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കാൻ LDFനുള്ളിലും സമ്മർദ്ദം ശക്തമാണ്. വിനീത VG 24 ഡൽഹി. ആരോപണങ്ങൾക്ക് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് സംവിധായകൻ ഭദ്രൻ ആവശ്യപ്പെട്ടു. നടി പരാതി നൽകിയാൽ സാക്ഷിമൊഴി നൽകുമെന്ന് ശ്രീലേഖ മിത്രയെ സഹായിച്ച ഫാദർ അഗസ്റ്റിൻ വട്ടോളി പ്രതികരിച്ചു. ബംഗാളി നടി ശ്രീലേഖ മിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് രാജി ആവശ്യം വ്യാപകമാകുന്നത്. ഏത് മേഖലയിലായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടായാൽ നടപടി വേണമെന്ന് നടൻ ഇന്ദ്രൻസ്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മളും
നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ്. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. രഞ്ജിത്ത് രാജിവെച്ച് ആരോപണത്തിൽ സംശുദ്ധി തെളിയിക്കണമെന്ന് ഭദ്രൻ. ഇപ്പം കേവലം ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് മാത്രമല്ല, ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒന്ന് താഴെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ആ സ്ഥാനത്തിന്റെ ആ ഒരു പൊസിഷന്റെ ഗൗരവം കൂടെ നമ്മളൊന്ന് മാനിക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ഒന്ന് താഴെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് സംശുദ്ധി വരുത്തിയതിന് ശേഷം വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. രഞ്ജിത്തിനെതിരെ കേസെടുത്താൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളി. പോലീസിലും കോടതിയിലും അതൊക്കെ മൊഴി എനിക്കറിയാവുന്ന കാര്യം പറയാൻ ഞാൻ തയ്യാറാണ്. രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം മനോജ് ഖാന വ്യക്തമാക്കി. പൊതുപരിപാടിയിൽ മദ്യപിച്ചെത്തി രഞ്ജിത്ത് അടുത്തിരുന്നതിൽ പ്രതിഷേധം നേരത്തെ അറിയിച്ചതാണ് പ്രസാധക എം.എ. ഷഹനാസ്. സ്ത്രീകളുടെ കൂടെയാണെന്ന് പറയുന്ന സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയാണെന്ന് കെ രമ കുറ്റപ്പെടുത്തി. രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ 24. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ മൃദു സമീപനം സ്വീകരിച്ച അമ്മ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന അംഗങ്ങൾ രംഗത്ത്. സർക്കാരല്ല ആദ്യം നടപടിയെടുക്കേണ്ടത്, അമ്മയാണെന്ന് ഉർവശി തുറന്നടിച്ചു. ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം അൻസിബയും പരസ്യ നിലപാടെടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് 5 ദിവസത്തിനു ശേഷം അമ്മ നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിനോടുള്ള എതിർപ്പുമായി അമ്മയിലെ മുതിർന്ന അംഗമായ ഉർവശി തന്നെ രംഗത്തെത്തി. ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഒഴുക്കൻ രൂപത്തിലുള്ള മറുപടി ശരിയായില്ലെന്ന് ഉർവശി തുറന്നടിച്ചു. ഒരു സ്ത്രീ തന്നെ നാണവും ലജ്ജയും കാര്യങ്ങളും എല്ലാം മറച്ച് വിഷമവും മറന്ന് ഒരു കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം. ഇനി അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം. ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടണം. നടിമാർക്കുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തൽ നിസ്സാരവൽക്കരിച്ച സിദ്ദിഖിന് മറുപടിയെന്നോണം അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ അൻസിബിയും രംഗത്തു വന്നു. ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം കുറേ പേര് ഇപ്പോൾ ഇത്രയും സ്ത്രീകളാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ഇത്രയും സ്ത്രീകളുടെ ഒരു അവർ അനുഭവിച്ചിട്ടുള്ള ഒരു വേദനകളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവർക്ക് എന്താണ് സഹായം ചെയ്യേണ്ടത്, ആ സഹായം ചെയ്യണം. വേട്ടക്കാരെ ഉടനെ പിടികൂടണം. അച്ഛന്റെ ദുരനുഭവം തുറന്നു പറഞ്ഞ നടൻ തിലകന്റെ മകളും സിദ്ദിഖിന് മറുപടിയുമായി എത്തി. തന്നെ സിദ്ദിഖ് അഭിനന്ദിച്ചതുപോലെ എന്നെങ്കിലും തനിക്ക് സിദ്ദിഖിനെ അഭിനന്ദിക്കാൻ പറ്റുമോ എന്നായിരുന്നു സോണിയ തിലകന്റെ ചോദ്യം. ജനറൽ സെക്രട്ടറി എന്നെ അഭിനന്ദിക്കുന്ന കണ്ടു. അപ്പോൾ ഇതുപോലെ ഞാൻ ഉൾപ്പെട്ട ജനങ്ങൾക്ക് എന്നാണ് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ സാധിക്കുക, സ്വന്തം സഹപ്രവർത്തകർക്ക് ഒരു നീതി നേടിക്കൊടുത്തുകൊണ്ട് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അഴകുഴമ്പൻ നിലപാടിനെ അമ്മയിലെ വനിതാ അംഗങ്ങൾ തന്നെ തുറന്നെതിർക്കുന്നത് WCC അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ കൂടി വിജയമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് 24. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ശരിവെച്ച് നടിമാരായ ശ്വേത മേനോനും ഗായത്രി വർഷയും. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ശ്വേത മേനോൻ വെളിപ്പെടുത്തി. പവർ ഗ്രൂപ്പിനെ എതിർത്തത് കൊണ്ട് തനിക്ക് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്ന് ഗായത്രി വർഷയും പ്രതികരിച്ചു. ഇപ്പോഴും അതെനിക്കറിയില്ല, എനിക്ക് വർക്കില്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. എത്രയോ പ്രാവശ്യം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ദാറ്റ്സ് ഓക്കെ. സോ വാട്ട്? 9 സിനിമേന്റെ സൈനിങ് എമൗണ്ട് എല്ലാം ഞാൻ ഇട്ട് വിഴുങ്ങി, ഇപ്പോൾ കഴിച്ച് വിഴുങ്ങി. ഞാനെല്ലാം അതിൽ സ്ത്രീകളുണ്ട്. ഒരു ഹൈറാർക്കി സ്വഭാവമുള്ള ഒരു തൊഴിൽ മേഖലയാണിത്. ഹൈറാർക്കി ഉണ്ട്, മാർക്കറ്റിൽ ആരാണ് വലുതെന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് പവർ ഗ്രൂപ്പെന്നോ മാഫിയെന്നോ ഒന്നും അന്നത്തെ പേരുകളൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും അത്തരം ഇടപെടലുകൾ നന്നായിട്ടുണ്ട്. ഇഷ്ടമല്ല, ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പോലും വേണ്ട ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് എന്ന് പറയുന്ന ഒരിടം തന്നെയാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ അടക്കി വാഴുന്ന 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. തങ്ങൾക്ക് ഹിതമായി പ്രവർത്തിക്കാത്തവരെ ദ്രോഹിച്ചും വിലക്കിയും സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞും മുന്നേറുന്ന ഈ പവർ ഗ്രൂപ്പിന് ആരു കടിഞ്ഞാനിടും? നടപടി സ്വീകരിക്കേണ്ട സർക്കാർ എന്താണ് ചെയ്യുന്നത്?
പ്രമുഖ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും അടങ്ങിയതാണ് ഈ 15-അംഗ പവർ ഗ്രൂപ്പ് എന്നാണ് വെളിപ്പെടുത്തൽ. അധിക്ഷേപങ്ങളും വിലക്കുകളും സൈബർ ആക്രമണങ്ങളും അടക്കം എതിർക്കുന്നവരെയെല്ലാം അപ്പാടെ മുടിച്ചു കളയാൻ ഒരു മടിയുമില്ലാതെ കളത്തിലിറങ്ങി നിൽക്കുന്ന ക്രിമിനൽ സംഘമാണ് ഇവർ എന്നാണ് വിവിധയിടങ്ങളിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ സാക്ഷ്യം പറയുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം മലയാള സിനിമയിലെ കൊടും ക്രൂരതകളുടെ അനുഭവങ്ങൾ പുറത്തു പറയാൻ ധൈര്യം കാണിച്ച നടിമാരെയെല്ലാം ഈ പവർ ഗ്രൂപ്പ് ഒതുക്കി. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു WCC അംഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന അപ്രഖ്യാപിത വിലക്കുകൾ. ലൈംഗിക താത്പര്യങ്ങളിൽ സഹകരിക്കുന്നവരെ വിശേഷിപ്പിക്കാൻ കോഡ് ഭാഷ, രാത്രികാലങ്ങളിൽ നടിമാരുടെ വാതിലുകളിൽ മുട്ടൽ, അങ്ങനെ നീളുന്നു മലയാള സിനിമയിലെ ലൈംഗിക ദാരിദ്ര്യം ബാധിച്ചവരുടെ അഴിഞ്ഞാടലുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനമുണ്ടെന്ന് സംവിധായകൻ വിനയൻ പറയുമ്പോൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കാതിരിക്കുന്നതിന് പിന്നിലും നിരവധി ഘടകങ്ങളുണ്ട്. വിനയൻ അടക്കമുള്ള ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ ചൂഷണത്തിനിരയായവർ എന്നത് മലയാള സിനിമാ ലോകത്ത് പരസ്യമായ രഹസ്യമാണ്. എതിർത്തു നിന്നതിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് നടി പാർവതി തിരുവോത്ത്. നടൻ തിലകന്റെ മകൾ സോണിയ തിലകനും നടി ഉഷ ഹസീനയും അടക്കമുള്ളവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമാ വ്യവസായ രംഗത്തെ ജീർണത പുറത്തു കൊണ്ടുവരുന്നതാണ്. സർക്കാരിനെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കെൽപ്പുള്ള പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്ന് തുറന്നടിക്കുകയാണ് സംവിധായകൻ ആഷിഖ് അബു. മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ ആദ്യം തുടച്ചു നീക്കേണ്ടത് ഈ പവർ ഗ്രൂപ്പിനെയും അവരുണ്ടാക്കി വെച്ച അലിഖിത നിയമങ്ങളെയുമാണ്. ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അടിവരയിടുന്നത് ഇത് തന്നെയാണ്. റിസർച്ച് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സർക്കാർ ജീവനക്കാർക്കായി പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. അവസാന വർഷത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പുതിയ പദ്ധതി. അടുത്ത വർഷം ഏപ്രിൽ 1 ഈ പദ്ധതി നിലവിൽ വരും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ? വിജയകുമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടൊരു നീക്കം അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് ഒരു അനുമതി ലഭിക്കുന്നത്. തുടർന്ന് പദ്ധതി പ്രഖ്യാപനവും കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുകയാണ്. 23 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന വാദം. എന്തായാലും ആ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2025 ഏപ്രിൽ 1 മുതലായിരിക്കും പദ്ധതി നടപ്പിലാവുക, പ്രാബല്യത്തിൽ വരിക. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം ഉന്നയിക്കുകയും അതിന് അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. പുതിയ പെൻഷൻ പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ 50% ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. വിവിധ പെൻഷൻ സാഹചര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ഏകീകൃത പെൻഷൻ പദ്ധതിയാണ് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ പദ്ധതി അടുത്ത വർഷം 2025 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്, മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് എന്നിവരടക്കം 7 പേർക്ക് നുണ പരിശോധന നടത്തി. സംഭവ ദിവസം സഞ്ജയ് റോയ് അത്യാഹിത വിഭാഗത്തിലേക്ക് കയറുന്നതിന്റെ CCTV ദൃശ്യവും കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പും 24 ലഭിച്ചു. മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആരോപണത്തിൽ സന്ദീപ് ഘോഷിനെതിരെ CBI അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു. കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതാണ് യുവ ഡോക്ടറുടെ മരണകാരണം. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് അടക്കമുള്ളവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകാതിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24 കിട്ടിയത്. മുഖ്യപ്രതി സഞ്ജയ് റോയ് ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സഞ്ജയ് റോയ്, ആർജിക്കർ ഹോസ്പിറ്റലിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, 4 ഡോക്ടേഴ്സ്, ഒരു സിവിൽ വളണ്ടിയർ എന്നിവരെ CBI നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് CBI മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം കൽക്കത്ത ഹൈക്കോടതി അന്വേഷണം CBI ഏൽപ്പിക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആർജിക്കർ സംഭവത്തിലെ പ്രതിഷേധ പ്രകടനത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുക്കാൻ അനുവദിച്ചതിന് 3 സ്കൂളുകൾക്ക് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബാലാവകാശ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്.
ആർജിക്കറിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് വിളിച്ച കൺവെൻഷനും റാലിയും മാറ്റിവെച്ചു. CISF ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉന്നതരും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. CBIയുടെ അന്വേഷണം 10 ദിവസം പിന്നിടുമ്പോൾ കൊൽക്കത്ത പോലീസ് കണ്ടെത്തിയതിനേക്കാൾ എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്ന ചോദ്യം. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ഒരുങ്ങി BJP. അടുത്ത ആഴ്ച മുതൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിക്കും. BJP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് NC സഖ്യം ആരോപിച്ചു. PDP പ്രകടന പത്രിക പുറത്തിറക്കി. പുതുമുഖങ്ങൾക്ക് പരമാവധി പരിഗണന നൽകാനാണ് BJP തീരുമാനം. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചെറുപാർട്ടികളുമായി നീക്കുപോക്കുണ്ടാക്കും. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനെതിരെ പ്രചാരണം ശക്തമാക്കാനും BJP തീരുമാനിച്ചു. ജമ്മുകശ്മീരിന് സ്വയംഭരണാവകാശം നൽകുന്ന ആർട്ടിക്കിൾ 370, 35 എന്നിവ പുനഃസ്ഥാപിക്കുമെന്ന നാഷണൽ കോൺഫറൻസിന്റെ വാഗ്ദാനത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് NC സഖ്യം ദളിത്, ഗുജ്ജാർ, പഹാഡി വിഭാഗങ്ങളുടെ സംവരണം ഇല്ലാതാക്കുമെന്നും BJP കുറ്റപ്പെടുത്തി. ജമ്മുകശ്മീരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് BJPയുടേതെന്ന് കോൺഗ്രസും NCയും പ്രതികരിച്ചു. സഖ്യ തീരുമാനം കൈക്കൊണ്ട ഇരു പാർട്ടികളും ഇന്ന് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കടന്നു. ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന റാലികൾക്കൊപ്പം പ്രാദേശിക തലത്തിൽ ചെറുയോഗങ്ങൾ സംഘടിപ്പിക്കാനും സഖ്യം തീരുമാനിച്ചു. മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള PDP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം. പ്രത്യേക സൈനിക നിയമമായ അഫ്സ്പയും UAPയെയും പിൻവലിക്കും. പാകിസ്ഥാനുമായി വാണിജ്യബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. 24 ഡൽഹി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 900 കോടി രൂപയുടെ ആദ്യഘട്ട സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം നിവേദനം നൽകി. ടൗൺഷിപ്പിനുള്ള ധനസഹായം 2ാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കിയതായി റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ഒട്ടനേകം മനുഷ്യരുടെ ജീവനും ജീവിതവും തൂത്തെറിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 1800 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കേന്ദ്രത്തിന് നൽകിയ ആദ്യ മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. 900 കോടിയുടെ സഹായം ആദ്യഘട്ടത്തിൽ നൽകണം. ടൗൺഷിപ്പിനുള്ള ധനസഹായം 2ാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തി. കാരണം കേന്ദ്ര ഗവൺമെന്റ് രക്ഷാപ്രവർത്തനത്തിന് പട്ടാളത്തെ തന്നു, പൈസ കൊടുക്കാൻ പറയും. ചിലപ്പോൾ നാളെ ബെയിലി പാലം ഉണ്ടാക്കി ബില്ലിങ് അടിച്ചു തന്നാൽ എന്ത് ചെയ്യും? അടിച്ച് തന്നിട്ടുണ്ടല്ലോ. ഇനി സംഭവിച്ചുകൂടായില്ല. ഈ ദുരന്തത്തിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചുകൊണ്ട് കാര്യമില്ല. പുനരധിവാസ ആവശ്യങ്ങൾ പഠിക്കാൻ 53 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചു. 26 ദിവസങ്ങൾക്ക് ശേഷം ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചു. സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും സർക്കാരിന്റെ വാടക കെട്ടിടത്തിലേക്കുമായി താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി. സെപ്റ്റംബർ 2-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്കൂളുകളിൽ പ്രവേശനോത്സവം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും നമ്മുടെ മന്ത്രിസമിതി അംഗങ്ങളും MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ ഒരു പ്രവേശനോത്സവം സെപ്റ്റംബർ 2-ന് നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. ദുരന്ത മേഖലയിൽ നാളെ വീണ്ടും തിരച്ചിൽ നടക്കും. ദുരന്തബാധിതരുടെ ആവശ്യപ്രകാരമാണ് ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗത്ത് സേനകൾ ഉൾപ്പെട്ട 14 അംഗ ടീം തിരച്ചിൽ നടത്തുക. ടീം 24 വയനാട്. തുടരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ 13-കാരിയെ ഏറ്റെടുത്ത് കേരള പോലീസ്. കുട്ടിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു രാവിലെ 11 മണിയോടെ CWC പെൺകുട്ടിയെ കേരള പോലീസിന് കൈമാറി. വിജയവാഡയിൽ നിന്ന് ട്രെയിൻ മാർഗം പുറപ്പെടുന്ന സംഘം നാളെ തിരുവനന്തപുരത്തെത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. കുട്ടിയെ വീട്ടിലേക്ക് അയക്കുന്നതിൽ കോടതി നിർദ്ദേശമനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ട്രിവാൻഡ്രത്ത് എത്തിച്ച ശേഷം മറ്റ് സ്റ്റേറ്റ്മെന്റും കാര്യം എടുത്തിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മിക്കവാറും JJ ബോർഡ് ആവാനാണ് സാധ്യത. കോടതിയുടെ അനുമതി നോക്കിയിട്ട് കോടതിയോടെ ഹാജരാക്കാൻ പറഞ്ഞ് അവിടെ ഹാജരാക്കും. പെൺകുട്ടിയെ സുരക്ഷിതമായി കേരളത്തിലേക്ക് അയക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മലയാളി കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. ഒരു നിയോഗത്തിൽ കൂടെ വന്ന് അതിൻ്റെ പൂർണ്ണ തൃപ്തി ആയി എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താനാണ് എനിക്കിഷ്ടം. കാരണം
ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. വന്നു ഭവിച്ചു. ഞങ്ങളെ കണ്ടാകുന്ന ഞങ്ങൾ ശ്രമം നടത്തി. ആ കൂട്ടായ്മയുടെ ഒരു ഫലം കണ്ടു. അതിനുള്ള പൂർണ്ണ തൃപ്തി. മാതാപിതാക്കൾ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യമുൾപ്പെടെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പെൺകുട്ടിയുടെ മൊഴി അന്വേഷണത്തിൽ ഇനി നിർണായകമാകും. 24 വിശാഖപട്ടണം. തൃശൂർ പൂരം പോലെ കൈപ്പൊള്ളാതിരിക്കാൻ പുലിക്കളി വിവാദത്തിൽ കരുതലോടെ നീങ്ങി സർക്കാർ. പുലിക്കളി ആഘോഷം വേണ്ടെന്ന് വച്ചത് BJP രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമാക്കിയതോടെയാണ് തദ്ദേശ വകുപ്പ് മലക്കം മറിഞ്ഞത്. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന കോർപ്പറേഷൻ യോഗത്തിൽ BJPയുടെ കൗൺസിലർമാർ പുലിയുടെ മുഖംമൂടി അണിഞ്ഞ് എത്തിയത് വിവാദം BJP വൈകാരികമായി ഉപയോഗിക്കാൻ പോകുന്നതിന്റെ തെളിവായി മാറുകയും ചെയ്തു. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുലിക്കളി മാറ്റിവെക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. എന്നാൽ തൃശൂരിന്റെ വികാരമായ ആഘോഷത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP നീക്കം തുടങ്ങിയതോടെ കോർപ്പറേഷനും സർക്കാരും വെട്ടിലായി. കുമ്മാട്ടി മാറ്റിവെച്ചത് ആചാരത്തിനെതിരാണെന്ന പ്രചാരണം ശക്തമാക്കിയായിരുന്നു ഈ നീക്കത്തിന്റെ തുടക്കം. കുമ്മാട്ടി സംഘങ്ങളെ രണ്ടായി വിഭജിച്ച് BJP അനുകൂല വിഭാഗത്തെ രംഗത്തിറക്കി. അവരെക്കൊണ്ട് കുമ്മാട്ടി നടത്തുമെന്ന് പരസ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. BJPയോട് മൃദുസ്വഭാവം പുലർത്തുന്നുവെന്ന ആക്ഷേപം നേരിടുന്ന മേയർ വിഷയം സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടി. ഒരു വിവാദങ്ങൾക്കും വഴിവെക്കാതെ പുലിക്കളി നടത്താൻ അനുമതി നൽകിയ MP രാജേഷ് ആകട്ടെ മുൻവർഷത്തെ ധനസഹായം നൽകണമെന്നും കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. ഇതോടെ സർക്കാർ പുലിക്കളിക്കും കുമ്മാട്ടിക്കും ഒപ്പമെന്ന പൊതുവിശ്വാസം നേടിയെടുക്കാനും കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് കോർപ്പറേഷൻ പുലിക്കളി നടത്താനുള്ള തീരുമാനത്തിലെത്തിയത്. സർക്കാരിൽ നിന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് മന്ത്രി നേരിട്ട് ഈ നിർദ്ദേശം നൽകിയിട്ട് ഇത്ര ദിവസമായി. ഇന്ന് വൈകുന്നേരം ഇതിനൊരു തീരുമാനം ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ് പുലിക്കളിയും കുമ്മാട്ടിയൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പുലിക്കളി സംഘങ്ങളുടെ യോഗം ചേർന്ന് സംഘാടനം സംബന്ധിച്ച് ചർച്ച ചെയ്തു. 24 തൃശൂർ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.